നടന്ന 82 മഹാസമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കിയ പ്രമേയങ്ങളിലെ ഒരു പ്രമേയം ഞാൻ ഓർത്തു പോവുകയാണ്, നിങ്ങൾ ക്ഷമിക്കുക. ഓരോ മുജാഹിദ് പ്രവർത്തകനും തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനൊരു പ്രമേയം പാസാക്കിയിട്ടുണ്ടോ ഇവിടുത്തെ മറ്റ് മതസംഘടനകൾ, ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകൾ, ഇവിടുത്തെ സാംസ്കാരിക സംഘടനകൾ? ഇല്ല. ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കിയത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ ഒരാൾക്കും പിന്നിലാക്കാൻ സാധ്യമല്ല. എന്നാൽ കാരുണ്യ പ്രവർത്തനം ചൂഷണമാക്കാൻ പാടില്ല. ഈ കാരുണ്യ പ്രവർത്തനം പാവപ്പെട്ടവനെ സഹായിച്ച് ഒരു ഹിന്ദുവിനെ സഹായിക്കുന്നത് മുസ്ലിമാക്കാൻ വേണ്ടി എന്ന ലക്ഷ്യം വെക്കണമെന്നല്ല. മറിച്ച് ഒരു ഹിന്ദു കഷ്ടപ്പെടുന്നുവെങ്കിൽ അവനെ സഹായിക്കണം, അവന് ഇഷ്ടമുള്ള ആദർശം അവന് സ്വീകരിക്കാം എന്നതല്ലാതെ ഒരു പട്ടിക്ക് വെള്ളം കൊടുത്താലും, ഒരു പൂച്ചക്ക് തീറ്റ കൊടുത്താലും, ഒരു പറവക്ക് തീറ്റ കൊടുത്താലും അതിൻ്റെ പേരിൽ നമുക്ക് പുണ്യമുണ്ട് എങ്കിൽ പിന്നെ ഒരു മനുഷ്യന് ഭക്ഷണം കൊടുത്താൽ, മനുഷ്യന് മരുന്ന് കൊടുത്താൽ, മനുഷ്യനെ സഹായിച്ചാൽ തീർച്ചയായും പുണ്യമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ മതപരിവർത്തനത്തിനാണ്, മതപരിവർത്തനം ഉദ്ദേശിച്ചുകൊണ്ടാണ്, ആദർശമാറ്റത്തിനുള്ള ഒരു പാലം പണിയലാണ്. ആ കാഴ്ചപ്പാട് ഇസ്ലാഹി പ്രസ്ഥാനത്തിനില്ല. ആദർശം പറയേണ്ടിടത്ത് അത് തുറന്നു പറയും, അത് മറച്ചു വെക്കില്ല, വളച്ചുകെട്ടില്ല, അത് നേർക്ക് നേരെ തനിമയോടെ പറയും. അത് സ്വീകരിക്കാൻ ഇഷ്ടമുള്ളവന് സ്വീകരിക്കാം, സ്വീകരിക്കാത്തവനാണ് അതിൻ്റെ നഷ്ടം, അത് അവനായിക്കൊള്ളട്ടെ. നമുക്കിത് പറയലേ ബാധ്യതയുള്ളൂ, അടിച്ചേൽപ്പിക്കേണ്ട ബാധ്യത നമുക്കില്ല. കാരുണ്യ പ്രവർത്തനം നമ്മുടെ ഒരു ബാധ്യതയാണ്. അത് ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും പച്ചക്കരളുള്ള ഏതൊരു ജീവിക്കും മനുഷ്യൻ തന്നെ ആവണമെന്നില്ല. മനുഷ്യനല്ലാത്ത ജീവികളോടും കരുണ കാണിക്കണം എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. ഒരു വിഭാഗം ആളുകൾ, ഒരു രാജ്യം നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ഒരു വർഗം നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ചു, പ്രഖ്യാപിതമായ യുദ്ധം നടക്കുകയാണെങ്കിൽ പോലും റസൂലുള്ള പഠിപ്പിച്ച മര്യാദ, നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ച സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ധ്യാനനിരതരായിരിക്കുന്ന ആളുകളെ കണ്ടാൽ വിട്ടേക്കണം, അവരെ നിങ്ങൾ വാളിനിരയാക്കരുത്. നിങ്ങൾ സ്ത്രീകളെ കണ്ടാൽ കൊന്നു കളയരുത്, വിട്ടേക്കണം. കൊച്ചുകുട്ടികളെ നിങ്ങൾ യുദ്ധമാണെന്ന് കരുതി വാളിനിരയാക്കരുത്, വിട്ടേക്കണം. മൃഗങ്ങളെ നിങ്ങൾ വാളിനിരയാക്കരുത്, വിട്ടേക്കണം. ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ നിങ്ങൾ നശിപ്പിക്കരുത്, വിട്ടേക്കണം എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. ആ മതം ശരിയായ രൂപത്തിൽ പഠിച്ച ആളുകളാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ. ഈ സന്ദേശമാണ് നമുക്ക് ജനങ്ങൾക്ക്, സമൂഹത്തിന് നൽകാനുള്ളത്. അതല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തെ ആർക്കെങ്കിലും ഏതെങ്കിലും കോണുകളിൽ നിന്ന് വിമർശനത്തിൻ്റെ അമ്പെയ്തുകൊണ്ട് പരാജയപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഈ പ്രസ്ഥാനം എന്താണ് ഇവിടെ ചെയ്തതെന്ന് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രം ശാന്തമായി നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കും. എഴുത്ത് പഠിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിടത്ത് ഇവിടെ 100% സാക്ഷരതയിലേക്ക് എത്തിച്ചു. ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിടത്ത് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നതിലേക്ക് ഈ സമുദായത്തെ എത്തിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ യതീമനെ വഞ്ചിക്കലാണെന്ന് പറഞ്ഞിടത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കൊടുമുടിയിലേക്ക് ഈ സമുദായത്തെ എത്തിച്ചു. ഈ സ്വാതന്ത്ര്യ സമരത്തിന് ശാപം പറഞ്ഞിടത്ത് നിന്ന്, വോട്ട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞിടത്ത് നിന്ന് ജനാധിപത്യ സംവിധാനത്തിലൂടെ നമ്മുടെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി ആ സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്ന് ശിർക്കാണെന്ന് പറഞ്ഞവർ തന്നെ ഇന്ന് സമ്മതിച്ച് ആ മാർഗത്തിൽ എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾ ഏത് മേഖലയിലെടുത്തു നോക്കിയാലും ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല, ഖുർആൻ ക്ലാസ് എടുക്കാൻ പാടില്ല, അത് ക്ലാസ്സിലാക്കലാണെന്ന് കളിയാക്കിയവർ. ആദ്യത്തെ ഖുർആൻ പരിഭാഷ തലശ്ശേരി മായിക്കുട്ടി ഇളയ അറബി മലയാളത്തിൽ എഴുതിയ ഖുർആൻ പരിഭാഷ കരിമ്പടത്തിൽ പൊതിഞ്ഞ് കരിങ്കല്ല് കയറ്റിവെച്ച് അറബിക്കടലിൽ താഴ്ത്തിവിട്ട, കൂട്ടബാങ്ക് കൊടുത്ത് താഴ്ത്തിവിട്ട ആളുകൾ ഇന്ന് ഖുർആൻ പരിഭാഷകളോട് പരിഭാഷ എഴുതി പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ പ്രസ്ഥാനം എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ പതുക്കെ 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 പിന്നാലെ വന്നുകൊണ്ട് സ്വീകരിക്കുകയാണ് സമുദായം ചെയ്യുന്നത്. പക്ഷെ ഒരു പിടി ആളുകൾ ഇതിന് ഇന്നും വാശിയിലും തർക്കത്തിലുമാണ്.
അവരെ നമുക്ക് വിട്ടേക്കാം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പലപ്പോഴും ഞാൻ സംസാരത്തിൽ ഉദ്ധരിക്കാറുള്ള ഒരു സംഭവമാണ്. ഒരു ഭംഗിയുള്ള വിലപിടിപ്പുള്ള വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച, അതേപോലെ തന്നെ സുന്ദരമായ പൂക്കൾ വിരിയുന്ന ചെടികൾ നട്ടുപിടിപ്പിച്ച സുന്ദരമായൊരു തോട്ടം. ആ തോട്ടം നട്ടുപിടിപ്പിച്ച വ്യക്തി അയാൾ മരിച്ചു പോകുമ്പോൾ ആ തോട്ടം അതിൻ്റെ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ട് അത് കാട് പിടിച്ചു. അത് ശ്രദ്ധിക്കാതായി അതിലെ മരങ്ങൾ ചിലത് ഉണങ്ങിപ്പോവാൻ തുടങ്ങുന്നു. അതേപോലെ തന്നെ വള്ളിയും മറ്റ് കാടുകളും മൂടി അതിൻ്റെ മോടി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാലും ആരിൽ നിന്നൊക്കെയോ കേട്ട ചില ആളുകൾ വന്ന് ദൂരെ നിന്ന് നോക്കി, ഓ ഭംഗിയുള്ള തോട്ടം എന്ന് പറഞ്ഞവർ തിരിച്ചു പോകുന്നു. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അവർ കാണുന്ന തോട്ടം യഥാർത്ഥ തോട്ടമായിരുന്നില്ല. ആ ഇടക്കാണ് അനന്തരാവകാശികളുടെ കൂട്ടത്തിൽ ഒരാൾ ഈ തോട്ടത്തിൻ്റെ പ്ലാനിങ്, അതിൻ്റെ രേഖ കയ്യിൽ കിട്ടുന്നത്. അതെടുത്തു നോക്കിയിട്ട് അദ്ദേഹം തോട്ടത്തിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇല്ലാത്ത പല ചെടികളും അവിടെ മുളച്ചു വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട വൃക്ഷങ്ങളും ചെടികൾ വള്ളികൾ ചുറ്റിപ്പൊതിച്ചുകൊണ്ടത് അതിൻ്റെ തനിമ കാണാൻ കഴിയാതെ മൂടിപ്പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം ഉടനെ തന്നെ ഒരു കത്തിയെടുത്ത് വന്നു, കള പറിച്ചു നീക്കാൻ ശ്രമിച്ചു. ഇവിടെ ഇതിലില്ലാത്ത, ഈ തോട്ടത്തിലില്ലാത്തത് അതിൽ മുളച്ചു പൊന്തിയിട്ടുള്ളത് വെട്ടിമുറിക്കാൻ ശ്രമിച്ചു. അത് ആ കൂട്ടത്തിൽ ചന്ദനം, അത് കാണാൻ വേണ്ടി വന്ന ആളുകൾ ചന്ദനത്തെ ചുറ്റിപ്പൊതിഞ്ഞ വള്ളി, ആ വള്ളി തഴച്ചു വളർന്നിട്ടുണ്ട്. ചന്ദനത്തിൻ്റെ തടിയോ അതിൻ്റെ കൊമ്പോ അതിൻ്റെ ഇലയോ ഒന്നും പുറത്ത് കാണുന്നില്ല. ഈ വള്ളിയാണ്, അതിൻ്റെ ഇലയും പൂക്കളുമാണ് യഥാർത്ഥത്തിൽ പുറത്ത് കാണുന്നത്. ആ മരത്തിൻ്റെ മുരട്ടിൽ ഈ വള്ളി നോക്കിയിട്ട് അയാൾ അത് പതുക്കെ മുറിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം മരം മുറിക്കുന്നു, ചന്ദനം മുറിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ അവിടെ വന്നുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുകയും അദ്ദേഹത്തെ വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ, ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനാണെന്ന് പറഞ്ഞ് അദ്ദേഹം ആ കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അവർ വിടുന്നില്ല. ഉടമസ്ഥനാണെങ്കിലും ഈ തോട്ടത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടതാണ്, നിങ്ങളത് മുറിക്കാൻ സമ്മതിക്കില്ല. എന്നാൽ വാസ്തവത്തിൽ ആളുകൾ ഓടി വരുന്നത് ഈ മനുഷ്യൻ ആ തോട്ടത്തിൽ കയറി വള്ളി മുറിക്കുമ്പോൾ ആ വള്ളിയിലുള്ള പൂക്കളിലുള്ള മധു നുകർന്നുകൊണ്ടിരിക്കുന്ന കുരുവികൾ കരയുമ്പോഴാണ്. വാസ്തവത്തിൽ കുരുവിക്ക് ചന്ദനം കൊണ്ടൊരു കാര്യവുമില്ല, നേരെ മറിച്ച് ചന്ദനത്തെ ചുറ്റിപ്പൊതിഞ്ഞ വള്ളിയാണ്, ആ വള്ളിയിലുള്ള പൂക്കളാണ്, ആ പൂക്കളിലുള്ള മധുവാണ് ഈ കുരുവിക്ക് ആവശ്യം. ഈ വള്ളിയെങ്ങാനും മുറിഞ്ഞു പോയാൽ, ജനങ്ങൾ ചന്ദനത്തിൻ്റെ തനിമ കണ്ടാൽ, ആ തനിമ കാണുന്ന അവസ്ഥ വന്നാൽ കുരുവി പിന്നെ എങ്ങനെ ജീവിക്കും? അതാണ് കുരുവിയുടെ പ്രശ്നം. ഈ മനുഷ്യൻ കുറേയൊക്കെ കല്ലേറ് കൊണ്ടാലും അടി കൊണ്ടാലും കഷ്ടപ്പെട്ട് ആ വള്ളി മുറിച്ചു നീക്കി. അപ്പോൾ ആളുകൾ സന്തുഷ്ടരായി, പക്ഷേ കുരുവികൾ ദുഃഖിതരായി. ഇതുപോലെ ഇസ്ലാം അതിൻ്റെ തനിമയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യം നമ്മൾ നിർവഹിക്കുമ്പോൾ ആളുകൾ കേട്ട് അത് മനസ്സിലാക്കുന്നു, അത് സ്വീകരിക്കുന്നു, അതിലേക്ക് അവർ കടന്നു വരുന്നു. പക്ഷേ ഇസ്ലാമിൻ്റെ പേരിൽ ഇവിടെ പ്രചരിച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്. ആ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പല വ്യക്തികളുടെയും ഉദരപൂരണത്തിനുള്ള മാർഗമാണ്. അവർക്ക് നമസ്കാരം നടന്നതുകൊണ്ട് ഗുണമൊന്നുമില്ല, നേരെ മറിച്ച് മൗലൂദ് നടന്നാൽ ഗുണമാണ്. അവർക്ക് ജനങ്ങൾ നോമ്പെടുത്തത് കൊണ്ട് ഗുണമില്ല, ബദരീങ്ങൾ ആണ്ട് നടന്നാൽ അവർക്ക് ഗുണമാണ്. ഇതാണ് പ്രശ്നം. മനുഷ്യരുടെ കൂട്ടത്തിലും മനുഷ്യ കുരുവികളുണ്ട്, അവരെയാണ് സൂക്ഷിക്കേണ്ടത്. എന്നാൽ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ നമ്മളൊക്കെ കാര്യങ്ങൾ കേൾക്കുന്നു, ചിന്തിക്കുന്നു. ഈ കേൾക്കുന്ന കാര്യങ്ങൾ പ്രമാണബദ്ധമാണോ എന്ന് മനസ്സിലാക്കുന്നു, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടാൽ സ്വീകരിക്കുന്നു. എന്നാൽ പോട്ടടോ നിന്റെ തെളിവെന്ന് പറഞ്ഞുകൊണ്ട് ആ തെളിവിനെ വിമർശിച്ചുകൊണ്ട് കാര്യം സ്വീകരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുന്ന മനുഷ്യ കുരുവികൾക്ക് ചന്ദനത്തെ പൊതിഞ്ഞ വള്ളിയിലുള്ള പൂക്കളിലുള്ള മധുവാണ് ആവശ്യം.
അതുകൊണ്ടാണ് കുരുവികൾ കൂവുന്നത്. കുരുവികൾ കൂവട്ടെ, നമുക്ക് ചന്ദനം കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.